കളമശ്ശേരിയിലെ UDF സ്ഥാനാർത്ഥി വി അബ്ദുൽ ഗഫൂർ നമുക്കൊപ്പം ചേരുന്നു. എത്രത്തോളമുണ്ട് വിജയപ്രതീക്ഷ? നല്ല വിജയപ്രതീക്ഷയുണ്ട്. UDF തന്നെ ഈ മണ്ഡലത്തിൽ വിജയിക്കും. കളമശ്ശേരി സാധാരണ 2 തവണയും VK ഇബ്രാഹിം കുഞ്ഞ് വിജയിച്ച മണ്ഡലം. കളമശ്ശേരി രൂപീകരിച്ചതിന് ശേഷം 2011-ലും 2016-ലും വിജയിച്ച മണ്ഡലം. പിന്നെ എന്തുകൊണ്ടാണ് കൈവിട്ട് പോയതെന്നുള്ള ഒരു കണക്കെടുപ്പൊക്കെ നടത്തി അതൊക്കെ പരിഹരിച്ചിട്ടുണ്ടോ? അല്ല, 2021-ലെ തെരഞ്ഞെടുപ്പിൽ നമുക്ക് അനാവശ്യമായ കുറച്ച് വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അതാണ് നമുക്ക് കൂടുതലായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ അക്കാലത്തുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2016-ൽ ലഭിച്ച NDAയുടെ വോട്ടുകൾ 2021-ൽ ലഭിച്ചില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. 25,000-നടുത്ത് വോട്ട് കിട്ടിയത് അത് 12,000-ആയി ചുരുങ്ങി. അങ്ങനെ ഉള്ള പല വിഷയങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു. BJPയിൽ നിന്ന് BDJSലേക്ക് സീറ്റ് പോയിരുന്നു. ആ സമയത്ത് ഏതെങ്കിലും രീതിയിൽ ആ രീതിയിൽ ഇപ്പോൾ ഡീൽ വിവാദങ്ങളൊക്കെ നടക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് പറയുന്നു, കഴിഞ്ഞ ദിവസം മറ്റു മണ്ഡലങ്ങളുടെ കാര്യമൊക്കെ പറയുന്നു. അത്തരത്തിലൊരു ഡീൽ കഴിഞ്ഞ തവണ നടന്നു എന്നുള്ള ആശങ്കയുണ്ടോ? കണക്കുകൾ പറയുന്നത് 2016-ൽ BDJS ആയിരുന്നു. 2016-ൽ 24,800 വോട്ട് BDJSന് കിട്ടിയെങ്കിൽ അത് 2021 ആയപ്പോൾ 11,800-ആയി ചുരുങ്ങി. കണക്കുകൾ സൂചിപ്പിക്കുന്നതാണ്. ബാക്കി ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഇത്തവണയും അത്തരമൊരു ഡീല് നടക്കുന്നു എന്നുള്ള ഒരു ആശങ്കയുണ്ടോ മുസ്ലിം ലീഗിനും ഒപ്പം UDFനും? അല്ല, ഡീലെന്ന് പറയുന്നത് ജനങ്ങളാണ് വോട്ട് ചെയ്യേണ്ടത്. ജനങ്ങൾ UDFന് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വോട്ട് UDFന് തന്നെ കിട്ടും. പിന്നെ NDAക്ക് കിട്ടേണ്ട വോട്ടുകൾ ഡീലാക്കിയിട്ടുണ്ടോ എന്നുള്ളത് അവർ തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. എങ്കിലും 2021-ലെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ആശങ്ക ശരിക്കും അന്ന് മത്സരിച്ച സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലുണ്ട്. ഉണ്ടാവാം. കാരണം 2014-ൽ കിട്ടിയ വോട്ട് അവർക്ക് 2021-ൽ കിട്ടിയില്ല. അത് വീണ്ടും ആവർത്തിക്കാനുള്ള സാധ്യതകൾ ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇത്തവണ വിജയപ്രതീക്ഷയ്ക്ക് അടിസ്ഥാനമാകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? അല്ല, ഈ കഴിഞ്ഞ 5 വർഷക്കാലം പ്രത്യേകിച്ച് ഈ നിയോജക മണ്ഡലത്തിൽ പ്രത്യേകിച്ച് ഒരു കാര്യവും നടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും അത് ക്ഷേമ പ്രവർത്തനങ്ങളുടെ കാര്യങ്ങളിലാണെങ്കിലും ഒരു പ്രവർത്തനവും നടന്നിട്ടില്ല. നമുക്ക് ഫ്ലെക്സിൽ മാത്രമാണ് ഇതൊക്കെ വായിക്കാൻ സാധിക്കുന്നത്. നമുക്ക് അനുഭവിക്കാനോ കാണാനോ ഒന്നും സാധിക്കാത്ത വികസനങ്ങളെപ്പറ്റി ഫ്ലെക്സിൽ വായിച്ചറിയാൻ മാത്രമാണ് നമുക്ക് സാധിക്കുന്നത്. അത് ജനങ്ങൾക്ക് വലിയ ബോധ്യമുണ്ട് ആ കാര്യത്തിൽ. പിന്നെ പൊതുവെ നമ്മുടെ മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് ഈ മണ്ഡലത്തിലെ പ്രത്യേകത മറുവശത്ത് നിൽക്കുന്ന എതിരാളി എന്ന് പറയുന്നത് മന്ത്രിയാണ്. അപ്പോൾ കഴിഞ്ഞ 2021-ൽ തിരഞ്ഞെടുപ്പിനെ നേരിട്ടതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ താരതമ്യപ്പെടുത്തുമ്പോൾ ഇത്തവണ കുറച്ചുകൂടി ശക്തനായിട്ട് ഇറങ്ങുകയാണോ മന്ത്രി എന്നുള്ള നിലയിൽ? അത് കുറച്ചുകൂടി പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ടോ? അതോ കുറച്ചുകൂടി ഈ പറയുന്നത് പോലെ കുറച്ചുകൂടി ആക്സസ് ഒക്കെ ആളുകൾക്ക് കുറഞ്ഞു എന്ന ആരോപണമാണോ മുന്നോട്ട് വയ്ക്കുന്നത്? ഒരിക്കലുമല്ല. കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രവർത്തനം വിലയിരുത്തപ്പെടും. 2021-ൽ അദ്ദേഹം പുതിയ ഒരാളായിരുന്നു. ഇപ്പോൾ 2026-ൽ എത്തുമ്പോൾ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനങ്ങൾ ജനം വിലയിരുത്തും. അതല്ല, മന്ത്രി അപ്പുറത്ത് മത്സരിക്കാൻ നിൽക്കുന്നു. അപ്പോൾ അതിനെങ്ങനെയാണ് കാണുന്നത്? കുറച്ച് അതിപ്പോൾ മന്ത്രിയായാലും ഒരു സാധാരണക്കാരനായാലും ജനങ്ങളാണ് വോട്ട് ചെയ്യേണ്ടത്. ജനം എങ്ങനെയാണോ തീരുമാനിക്കുന്നത് അങ്ങനെ സംഭവിക്കുള്ളൂ. നമ്മൾ അതിനെ മന്ത്രി ആയതുകൊണ്ട് പോരാട്ടം ഒരു വൺ സൈഡറാണെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. പോരാട്ടം എപ്പോഴും ഈക്വലായിട്ട് നടക്കുന്നുണ്ട്, ശക്തമാണ്, ഈക്വലായിട്ടുള്ള ചാൻസ് ഉണ്ട്. അബ്ദുൽ ഗഫൂർ എന്ന സ്ഥാനാർത്ഥി വിജയിച്ചു കഴിയുകയാണെങ്കിൽ എന്തായിരിക്കും ജനങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാനുള്ള? ഈ നിയോജക മണ്ഡലത്തിലെ 2011-16 കാലഘട്ടത്തിൽ UDF ഉണ്ടായിരുന്ന കാലത്ത് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുണ്ട്, അത് ക്ഷേമ പ്രവർത്തനങ്ങളുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയാണ് നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. കാരണം അതിനുശേഷം ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. ഈ നിയോജക മണ്ഡലത്തിൽ ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച, അതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അന്ന് ചെയ്തു വെച്ചതിൻ്റെ ബാക്കി കുറേ കാര്യങ്ങളുണ്ട്. അതൊന്നും തുടർന്നു കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയാണ് ജനങ്ങൾക്ക് മുമ്പിൽ വെക്കുന്നത്. അതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ അജണ്ട. ഇതുവരെയുള്ള പ്രചാരണ പരിപാടികളിൽ നിന്ന് എങ്ങനെയാണ് അനുഭവപ്പെടുന്നത് മണ്ഡലത്തിൽ നിന്നുള്ള പൊതുവികാരം? വളരെ പോസിറ്റീവാണ്. ജനങ്ങൾ തരുന്ന സ്നേഹം എന്ന് പറയുന്നത് വളരെ പോസിറ്റീവ് എനർജിയാണ് തരുന്നത്. നല്ല രീതിയിൽ വിജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. എന്തായാലും എല്ലാവിധ ആശംസകളും. VK ഇബ്രാഹിം കുഞ്ഞ് തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ച ഉണ്ടാകും എന്നുള്ള കാര്യമാണ് വി അബ്ദുൽ ഗഫൂർ മുന്നോട്ട് വയ്ക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമ്പടിക്കൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.